ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മളൊരു ചിന്ന ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഗ്രോസറീസ് മേടിക്കാനാട്ടോ. നമ്മൾ ഇന്ന് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോവുകയാണ്. ഇവിടെ ഉള്ളൊരു വൺ ഓഫ് ദ സൂപ്പർ മാർക്കറ്റാണ് സഫാരി സൂപ്പർ മാർക്കറ്റ്. നമ്മൾ പൊതുവെ വേറെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. പക്ഷെ ഇന്ന് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ഞങ്ങളുടെ ചേട്ടൻ ഇവിടെ താമസിക്കുന്നതാണ്, ഇവിടെ ഖത്തറിൽ തന്നെയാണ്. അപ്പോൾ ആള് കുറച്ച് വിഷുവിനൊക്കെ സദ്യക്കുള്ള വെജിറ്റബിൾസ് മേടിക്കാൻ ഇന്ന് പോയപ്പോൾ ലുലു കയറി. അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇന്ന് വരണ്ട, നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ വേറെ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്, സഫാരി സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷു അങ്ങനെ ആഘോഷമൊന്നുമില്ല ഈ ഇയർ. കാരണം ഞങ്ങളുടെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടു ഈ ഒരു വർഷം. സോ അതുകൊണ്ട് അങ്ങനെ ആഘോഷങ്ങളായിട്ടൊന്നുമില്ല. പക്ഷെ ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫുഡ്, കുറച്ച് ചോറും അവിയലും സാമ്പാറും അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ ഡ്രൈവർ അവിയല് ഫസ്റ്റാ, അവിയല് വേണം. അവിയല്, കാളൻ, ക്യാരറ്റ്, സാമ്പാർ, പിന്നെ നമുക്ക് ഇത് പച്ചക്കായ, ചേന വേണം കുറച്ച്. പച്ചക്കായ ഒരെണ്ണം മതി, ഒരെണ്ണം. ചേന എന്തിനാ? എലശ്ശേരിയാ? അവിയലിടാനും. എലശ്ശേരിയിൽ ചേന ഇടില്ലല്ലേ, മത്തങ്ങയാണ്. ഇതാണ് ഇവിടുത്തെ ഖരാമ ഇസ് ഇലക്ട്രിസിറ്റി ഓഫീസ്. ഇലക്ട്രിസിറ്റിന്റെ ഓഫീസാണിത്. ഖരാമ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ ടോപ്പ് ഇതാണ് ഖത്തറിലെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയുടെ കൺട്രോൾ പ്ലേസ് ആണ്. ഓക്കെ, ഖറാമ. നല്ലൊരു സൺസെറ്റ് ഒന്നും ആയിട്ടില്ല, സെറ്റ് ആവാറായി. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ക്ലൈമറ്റ് നൗ. വലിയ വെയിലും ഇല്ല, നല്ലൊരു ശാന്തമായ ഒരു കാലാവസ്ഥയാണ്. തുമാമ സ്റ്റേഡിയം ഉണ്ട് അവിടെ എന്നാണ് പപ്പ പറയുന്നത്. പപ്പ എങ്ങോട്ട് ചൂണ്ടുന്നു അങ്ങോട്ട് ഞാനും ചൂണ്ടുന്നു. ട്രാഫിക്, പച്ചക്കത്തി, നമുക്ക് പോകാം. ഇവിടെ വെള്ളരിക്കും പച്ചക്കറി നിർത്തുന്നില്ല. സിസ്റ്റമാറ്റിക് ആണ്, ഓർഗനൈസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഒരു നല്ലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലെ ഒരു നല്ല ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്, അതിൻ്റെ ലൈന്, അതിൻ്റെ പങ്ക്ച്വൽസ്, ഇതൊക്കെ കണ്ടീന്, അതുപോലെ നമ്മുടെ ക്യാമറാസ്, അങ്ങനെയുള്ള എല്ലാ വളരെ വിശാലമായ റോഡുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ജർമ്മനിയിലൊന്നും ഇത്ര വിശാലത കാണാൻ പറ്റില്ല. കാരണം അവിടെ ജസ്റ്റ് റോഡ് വേസ് അല്ല, നമുക്ക് റോഡിൽ കൂടെ ട്രാമും ട്രെയിനും ഒക്കെ വളരെ നീറ്റാണ്. അതൊക്കെ നമ്മള് നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൺ ഒരു പേപ്പർ കഷ്ണം പോലും നമുക്ക് നമ്മുടെ റോഡുകളിൽ കാണാൻ പറ്റില്ല. അതാണ് അവിടുത്തെ വേറെ ഡേ ടൈമിലുള്ള ഒരു തുമാമ സ്റ്റേഡിയം. ആദ്യത്തെ ബെൽജിയം നെതർലാൻഡ് മാച്ച് നമ്മൾ പോയി കണ്ടതും ഇവിടെ ഈ സ്റ്റേഡിയത്തിലാണ്. അത് നമ്മളെ വീടിന് തൊട്ടടുത്താണത്. വീടിന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളത്. ഇവിടെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ രാത്രി വരുമ്പോൾ അതിന്റെ കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്നതായിരിക്കും. ഇതാണ് അതിന്റെ ഒരു ഇത് അറബികൾ തലയിൽ വയ്ക്കുന്ന തോപ്പിന്റെ ആകൃതിയിലാണ് ഇതിന്റെ നിർമ്മിതി. ഓക്കെ, അറബികൾ തലയിൽ വെക്കുന്ന തൊപ്പിയുടെ ഒരു ഷേപ്പ്, ഒരു ഡിസൈൻ, അതിന്റെ ആ ഡിസൈനിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, അൽ തുമാമ കാണുന്നുണ്ട്. ഈ കാണുന്ന ഫ്ലൈ ഓവേഴ്സും ബ്രിഡ്ജസൊക്കെ നമ്മുടെ വേൾഡ് കപ്പൊക്കെ ആയിട്ട് ഉണ്ടായ ഡെവലപ്മെൻറ്റിലെ ഒരു ഭാഗമാണിത്. ഇതൊക്കെ ഞങ്ങൾ ആദ്യം ഖത്തറിൽ മൂന്ന് വട്ടം വിസിറ്റ് ചെയ്തപ്പോഴൊന്നും ഈ ബ്രിഡ്ജസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയ വലിയ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ ഈ വട്ടം വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. യുണൈറ്റഡ് അറബ് UAE രജിസ്ട്രേഷൻ വണ്ടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ദുബായിൽ നിന്ന് വന്ന വണ്ടി, അതാണ് അതിന് അങ്ങനെ ഒരു വരാൻ കാരണം. എക്സ്പ്രസ് ഹൈവേ എന്നുള്ളത് ഈ ഹൈവേയിലൂടെ നമ്മൾ പോകുന്നത്. എക്സ്പ്രസ് ഹൈവേ ഇതെന്താ അപ്പ? അത് പെട്രോളിയം റിസർവ് ആണ്. നമ്മുടെ ഈ ഡീസൽ, പെട്രോൾ ഇതൊക്കെ വക്കൂദിന്റെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്ക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സാധനങ്ങൾ.
പെട്രോളിയം സ്റ്റോറേജ് പ്ലാന്റ് ആണ് അതൊക്കെ. അബു അമൂറിൽ ലുലു പുതിയതായി ഓപ്പൺ ചെയ്ത മോളാണ് ഓക്കെ, പുതിയതായി ഓപ്പൺ ചെയ്ത ലുലുവിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഏത് ആ കാണുന്നതാണ് പുതിയതായി ഓപ്പൺ ചെയ്ത ലുലു. കാണുന്നുണ്ടോ? തുറന്നു ഓൾറെഡി എന്നാണ് പറയുന്നത്. We are open ലുലു. വലിയ സഫാരി. ജൂണിലത്ര വലിയ പെരുന്നാള് അന്നും പപ്പയ്ക്ക്. സോ ഇതാണ് നമ്മുടെ സഫാരി മോൾ. സഫാരി മോളിലെത്തി. നമ്മള് വണ്ടി പാർക്ക് ചെയ്യണം ഇനി. സ്നേഹമാണ് മോനെ. എന്താ പിന്നെ കോൺഫിഡൻസ്? പപ്പയ്ക്ക് ഞങ്ങളുടെ കൂടെ വരുമ്പോ ഭയങ്കര കോൺഫിഡൻസ് ആണ്. എന്താ പപ്പ ഞങ്ങളുടെ ഒക്കെ കോൺഫിഡൻസ് കളഞ്ഞിട്ട് പപ്പയ്ക്ക് കിട്ടുന്ന? ഒന്നാമത് നിങ്ങളത് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ തന്നെ പണിയാണ്. കണ്ട രണ്ടാളും കൂടിയിട്ട് തിന്നു തീർക്കില്ല നമ്മളെ. സഫാരി മോളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളൊരു റഷാണ് ഇപ്പോൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, ബട്ട് കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് പപ്പ പറയുന്നത്. ആക്ച്വലി നാളെ പോകുമ്പോഴത്തേനും ഇതിലും നല്ല തിരക്കായിരിക്കും. കാരണം വിഷു ഒക്കെ അടുപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല റഷായിരിക്കും. ഏറ്റവും വലിയ റഷ് ഈ വെജിറ്റബിൾസിൻ്റെ ഏരിയയിലാണ് നല്ല റഷ് ഉണ്ടായിരുന്നത്. സംഭവം നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിച്ചതൊക്കെ കിട്ടി. ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കവറിലേക്ക് നോക്കാതെയാണ് ഇടണത്. അമ്മ ആ ലേഡിയും തമ്മിൽ മത്സരമാണ്. ചെകഞ്ഞെടുക്കുന്നത് അമ്മ സെലക്ട് ചെയ്തത് അവരെടുത്തു. വേണ്ട ഒന്ന് ചെറുതെടുത്ത വേണ്ട. പച്ചമുളക്, പഴുത്ത മുളക്, അങ്ങാടിയിലെ കുരുമുളക്. എന്താണ് ആ സൂക്ഷ്മത? പച്ചമുളക് കണ്ട് വാരി എടുത്തോട് പപ്പയെ. ഇതമ്മ ഈ പീസ് ആ പീസ്, അമ്മക്ക് പീസുകൾ തമ്മിൽ കൺഫ്യൂഷൻ. പീസ് മാറി ഗൈസ് അല്ലേ? അതാണ് കുമ്പളങ്ങ വേണം. ഒരുമയോടെ ഇവരെ കാണുന്നത് ഇതിൽ നിൽക്കണൊക്കെ ഒരു കൊടുക്ക കൊടുക്ക. ഈ സഫാരി മോളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിലൊരു പലചരക്ക് കടേൻ്റെ ഉള്ളിൽ കയറിയ ഒരു ഫീലാണ് കിട്ടിയത്. കാരണം ഇഷ്ടം പോലെ മലയാളീസാണ്. ഗൾഫ് കൺട്രീസിലെ മലയാളീസ് ചാകര പോലെയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നാട്ടിലെ ആ ഒരു ഫീൽ കിട്ടി. ഞാനും ഭാവിയും പാലട മിക്സ് തപ്പിയിട്ട് പോവുകയാണ്. ഫൈനലി നമുക്ക് പാലട മിക്സ് കിട്ടി. പക്ഷെ മറ്റതിൻ്റെ ഒരെണ്ണം ഒരെണ്ണം അവിടെ അങ്ങനെ 2 ബാസ്ക്കറ്റ് സാധനങ്ങളും മേടിച്ചിട്ട് ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിലോട്ട് പ്രൊസീഡ് ചെയ്തു. ഇവിടെ ബില്ലിംഗ് കൗണ്ടറിൽ തന്നെ 3 പേരുണ്ടാവും. കാരണം ഒരാൾ ബില്ല് ചെയ്യുന്ന ആളും പിന്നെ ഒരാൾ പാക്കിലോട്ട് പാക്ക് ചെയ്ത് നമുക്ക് തരും. അങ്ങനെ അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണല്ലോ എന്ന് വെച്ചാൽ അത്രയും അധികം ആൾക്കാർ റഷാണ്. അപ്പം ഇങ്ങനെ ഇത് പെട്ടെന്ന് നമുക്ക് അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് പാക്ക് ആക്കിയിട്ട് നമ്മുടെ ഈ ട്രോളി അല്ല എന്താ പറയുക ആ ബാസ്ക്കറ്റിലോട്ട് നമുക്ക് ഇട്ട് തരും. തിരക്കില്ല എന്ന് പറഞ്ഞ് വന്ന മോളാണ്. അപ്പോൾ ഇവിടെ ഇതാണ് കുറഞ്ഞ തിരക്കെങ്കിൽ ലുലുവിലെ തിരക്ക് എനിക്ക് സങ്കല്പിക്കാൻ പോലും വയ്യ. വ്ളോഗർ ചേച്ചി കലിപ്പായി ഗൈസ്. വ്ളോഗർ ചേച്ചീനെ ഒന്നിലും പെടുന്നില്ല, വീഡിയോസിലൊന്നും പെടുന്നില്ല എന്ന് പറഞ്ഞ് ചുണ്ടിപ്പെട്ടായിരിക്കുന്നു ഗൈസ്.
വീട്ടിലേക്ക് പോവാനുള്ള സന്തോഷം. അയ്യാടാ എല്ലാരും എടുത്ത് വെച്ചോളി. പോയി ലോക്കലായി ഗൈസ്, ഇത് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, നമ്മൾ ലുലു എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം. ഈ ലുലുവിന്റെ വളരെ അടുത്തായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ചേച്ചി, ഫസ്റ്റ് ടൈം ഞങ്ങള് ഖത്തർ വന്നപ്പോൾ ലുലു ഞങ്ങളുടെ തറവാടായിരുന്നു. എല്ലാ ദിവസവും ഈ ലുലുവിൽ വന്ന് ഞങ്ങൾ നിരങ്ങി പൊളിച്ചു പോകും. ബാഗ് സെക്ഷനാണ് പപ്പയുടെ ഫേവറേറ്റ്. നമ്മുടെ ഏരിയ ആണിത്. ഹാഫ് പേ ഹയർ ക്ലിപ്പ്. അമ്മയ്ക്ക് ഇതാ ക്ലിപ്പ് കുഞ്ഞോ? വേണ്ട നമുക്ക് എന്തെങ്കിലും ടിംറ്റി ഒക്കെ നോക്കാം. ഭയങ്കര സീരിയസ് ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെടാ, ഇവിടെ നമ്മുടെ പിതാജി നമ്മളിവിടെ സുന്ദരന്റെ ഡ്രസ്സ് എടുക്കാം. കളർന്നലഞ്ഞു വന്ന അമ്മ വയ്യാതെ അറിയോ? നമ്മുടെ ഇന്ന് പപ്പയുടെ കൊറേ പൈസ നമ്മൾ മുടിച്ചു. അത് പക്ഷെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്തു. അവിടെയാണ് നമ്മുടെ ക്യാച്ച്. ഇതൊക്കെ കൈ നിറച്ച് സഞ്ചികൾ. ഇനി അമ്മയ്ക്ക് കളർ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അമ്മയുടെ ഇഷ്ടത്തിനുള്ള കളറും പപ്പയുടെ ഇഷ്ടത്തിനുള്ള കളറും എൻ്റെ ഇഷ്ടത്തിനുള്ള കളറും ഭാവിയുടെ ഇഷ്ടത്തിനുള്ള കളറും എല്ലാവരുടെ ഇഷ്ടത്തിനുള്ള കളറുള്ളത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഭവനത്തിലെത്തി. ഒരാൾ നാടകം കളിക്കാൻ തുടങ്ങി ഇവിടെ താഴെ. അപ്പൊ അവൻ നീയായിട്ട് നിനക്ക് ഇങ്ങനെ കുഴി പോരും എന്നിട്ട് പറയും എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ കണ്ടിട്ട് എന്നെ കളിയാക്കുന്നു. ഓക്കെ, അമ്മ അതാ തലയിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ മെയിൻ പരിപാടിയാണ് ക്ലിപ്പ് ഇടാൻ. ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഞങ്ങൾ റെഡി ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ മെല്ലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. അത്രേ ഉള്ളൂ. ഒരു കൺക്ലൂഷൻ തരാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. അൻടിൽ ദെൻ ബൈ ബൈ.